ഇനി നമുക്ക് SVG ഐക്കൺസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഐക്കൺസ് ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അവസം എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്. അതിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ SVG വന്നതിന് ശേഷം ഈ ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കോപ്പി കോഡെന്ന് കാണിക്കും. ഇവിടെ ഫിഗ്മയിൽ വന്നതിന് ശേഷം Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ ഇവിടെ കോപ്പിയായി. ഇത് എഡിറ്റബിളാണ്. നമുക്ക് കളേഴ്സൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഷേപ്പ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതി ഇമേജ് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്തത് ആ രീതിയിലാണ് Ctrl+Shift+K. ഐക്കൺസ് എവിടെയാണോ ലോഡ് ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഐക്കൺസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സൈസ് കുറയ്ക്കാം, എന്തുവേണം ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് സൈറ്റിലൊന്നും പോകണ്ട. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫിഗ്മയിൽ നിന്ന് നമുക്ക് പ്ലഗിൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആക്ഷൻസിൽ വരിക, പ്ലഗിൻസ് ആൻഡ് വിഡ്ജറ്റ്സിൽ വരിക. ഇവിടെ ഐക്കോണിഫൈ എന്ന് പറഞ്ഞ ഒരു പ്ലഗിൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഐക്കോണിഫൈ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കാണിക്കും, റൺ കൊടുക്കുക, ഇൻസ്റ്റാൾ ആവും. ശേഷം നമുക്കിവിടെ ആവശ്യമുള്ള ഐക്കൺ നമുക്കിവിടെ സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഞാനിവിടെ പാസ്വേഡ് എന്ന് കൊടുക്കുകയാണ്. സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഐക്കൺസ് ഇവിടെ കിട്ടി. ഞാനിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അത് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞു. ഇത് ക്ലോസ് ചെയ്യുക, സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എഡിറ്റബിളാണ്. നമുക്ക് കളേഴ്സ് മാറ്റാം, എന്തുകൊണ്ട് നമുക്കിവിടെ ചെയ്യാം. പ്ലഗിന് മറക്കേണ്ട ഐക്കോണിഫൈ ആണ്. ഇതൊക്കെ നമുക്ക് ഈ കാണുന്ന ഐക്കൺസൊക്കെ SVG ഐക്കൺസ് ആണ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഐക്കോണിഫൈ പോലത്തെ ഐക്കൺസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അല്ലാത്ത സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇമേജിനെ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മളെ പി സിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഏത് ഇമേജിനെയാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ ഇമേജിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ 1x മുതൽ 4x വരെ ഉണ്ട്. 1x കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും, 2x അതിനെക്കാട്ടി കുറച്ചുകൂടെ ക്വാളിറ്റി ആയിരിക്കും, 3x 4x ആണ് ക്വാളിറ്റി കൂടി പോകും. നമുക്കിവിടെ 2x സെലക്ട് ചെയ്യാം. ഇവിടെ PNG ഉണ്ടായിരിക്കും, JPG ഉണ്ടായിരിക്കും. PNG എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫോർമാറ്റാണ് PNG. JPEG എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സൈസിൽ ട്രാൻസ്പെറൻസി ഇല്ലാതെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് JPG. അങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. പിന്നെ നമുക്ക് SVG ഉണ്ട്. അത് നമ്മൾ ഐക്കൺസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ PDF ഫോർമാറ്റ് അറിയാമല്ലോ, നമുക്ക് എല്ലാ സിസ്റ്റത്തിലും കാണാൻ വേണ്ടി നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയും റീഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് PDF. ഇതിൻ്റെ ഒന്ന് ഫുൾ ഫോം പറയുന്നില്ല. ഇനി ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക, ഇവിടെ വരിക. നമുക്ക് ഏത് ഫോർമാറ്റാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അത് കൊടുക്കുക. ഞാനിവിടെ PNG കൊടുക്കുന്നു. ഞാൻ ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുകയാണ്. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ഡ്രൈവിലാണോ വേണ്ടത് ആ ഡ്രൈവിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതിയ ഫയൽ നെയിം കൊടുത്ത് നമുക്കിവിടെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ആ ഫയലിനെ കാണാൻ വേണ്ടി ഇനി ആ ഫയലിനെ നമുക്ക് ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യുകയോ പ്ലേസ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ Ctrl+Shift+K അടിച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഐക്കൺസ് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യണമെന്ന് നോക്കിയാലോ. ഏത് ഐക്കൺസ് ആണോ നമുക്ക് വേണ്ടത് ആ ഐക്കൺസ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ എക്സ്പോർട്ടിൻ്റെ അവിടെ വരുമ്പോൾ ഇവിടെ ആക്റ്റീവായിട്ട് ചെയ്യും. ഇവിടെ എക്സ്പോർട്ടിൻ്റെ അവിടെ വരിക. ഇവിടെ നമുക്ക് 2x സെലക്ട് ചെയ്യാം, PNG കൊടുക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺ ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ PNGയിലായിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ആയതുകൊണ്ട് നമുക്കിത് എഡിറ്റബിൾ അല്ല. ഇതിപ്പോൾ റാസ്റ്ററൈസ്ഡ് ഫോമിലാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇമേജ് കാണുമ്പോൾ നമുക്കിവിടെ പിക്സലായിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്കത് അല്ലാതെ നമുക്ക് SVG ഫോർമാറ്റ് എക്സ്പോർട്ട് ചെയ്ത് നോക്കിയാലോ. തിരിച്ചിവിടെ വരിക, ഇവിടെ SVG ക്ലിക്ക് ചെയ്യുക, ഇനി എക്സ്പോർട്ട് കൊടുക്കുക. ഞാൻ സേവ് കൊടുത്തു. ഇനി അത് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. Ctrl+Shift+K അടിക്കുക, SVG ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്കത് എഡിറ്റബിൾ ഫയലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കളറും മാറ്റാൻ സാധിക്കും. ഇനി ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലോ ഇനി നമുക്ക് ഗ്രൂപ്പായിട്ട് ഇതെങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. അതിന്
ഓരോന്നായിട്ട് ഇതുപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് 4 ലെയർ എന്ന് കാണിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു പുതിയ ഫോൾഡർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഫോൾഡർ കാണിച്ചു കൊടുക്കുക, ഓക്കെ അടിക്കുക. ഇനി നമുക്ക് ആ ഫോൾഡർ പോയി നോക്കാം. നമുക്ക് ഷിഫ്റ്റ് കെ അടിക്കുക, കണ്ടില്ലേ? നമുക്കതിവിടെ ഇത് ഞാൻ നേരത്തെ SVG ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്തത്, അതാണ് ഈ ഐക്കൺ കിടക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ PNG ആയിട്ടാണ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം.